നമുക്കിന്നൊരു മാങ്ങ ക്യാരറ്റ് വെള്ളയച്ചാർ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയ മാങ്ങ നല്ല നീളം പീസായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ക്യാരറ്റും അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നീളം പീസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടിയും കൂടി വിതറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് പിന്നീട് നമുക്ക് വേണ്ടത്. ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ചെത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചി, പിന്നീട് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇതൊക്കെ ഇട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരും. വാടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെയും ചേർത്തൊന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർക്കണം. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും മാങ്ങയും ഉപ്പും കൂടി ഇട്ട് ആ ഒരു മിക്സും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ഇളക്കണം. ഇൻ കേസ് മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ, എൻ്റെ മാങ്ങയ്ക്ക് ഇപ്പം പുളി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയ്യിലിരിക്കുന്ന മാങ്ങേൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം വിനാഗിരി ചേർക്കുകയോ ചേർക്കാണ്ടിരിക്കുകയോ ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ മാങ്ങ സീസൺ ആണല്ലോ, അപ്പം തൊടിയിലൊക്കെ പോയിട്ട് മാങ്ങയൊക്കെ പറിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് അച്ചാറിട്ട് നോക്കിക്കേ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്കൊന്ന് തൊട്ടുകൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് പറയണം. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.